ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് നല്ലൊരു ഒഴിവ് ദിവസമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അസുരംകുണ്ട് ഡാം കാണാനായിട്ട് പോയാലോ? തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ പോകുമ്പോൾ നമ്മുടെ ചേലക്കരയിൽ എത്തുന്നതിന് മുന്നേ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കാണുന്നതാണ് കേട്ടോ അസുരംകുണ്ട് ഡാം. കുറേ വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ക്ലാസിക്കൽ ബ്യൂട്ടിഫുൾനെസ് അനുഭവിക്കണമെങ്കിൽ നമ്മൾ അസുരംകുണ്ട് ഡാമിലേക്ക് തന്നെ വരണം കേട്ടോ. ഡാമിൻ്റെ ഭംഗി കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ എന്ത് നല്ല രസമാണ് അല്ലേ. രണ്ട് സൈഡിലും പാടങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലം കഴിഞ്ഞിട്ടുള്ള വഴികളാണ് കേട്ടോ ഇതൊക്കെ. ഒരു 4 കൊല്ലം മുന്നൊക്കെ വളരെ മോശമായിട്ടായിരുന്നു കേട്ടോ ഈ റോഡൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ കുത്താമ്പള്ളിയിലേക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ബസ്സിൽ ഒരു 2-3 പ്രാവശ്യം ഈ വഴി കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വഴി കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മുള്ളൂർക്കരന്ന് റൈറ്റ് തിരിഞ്ഞു. ഡാമിലേക്കുള്ള വഴിയുടെ രണ്ടറ്റത്തും നിറയെ മരങ്ങളും അതുപോലെ തന്നെ കാടുമാണ് കേട്ടോ. നമുക്ക് കാടൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേർക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഗൈസ് നമ്മളിതേ അസുരംകുണ്ട് ഡാമിലേക്ക് എത്തി. ഇവിടെ ഡാമിലേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ അതേ റോഡ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ 2 ദിവസം മുന്നേ ആനശല്യം ഉണ്ടായി ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആരും ഉള്ളിലേക്ക് കടത്തൊന്നും വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഒഴിവ് ദിവസമായിട്ട് കുട്ടികളെയും കൊണ്ട് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിട്ട് നമുക്ക് അസുരംകുണ്ട് ഡാമൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ആരും അസുരംകുണ്ട് ഡാമിലേക്ക് കയറ്റി വിടുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. കുട്ടികളെയും കൊണ്ട് വണ്ടിയിൽ ചെറിയൊരു റൈഡ് പോകാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ.